തൊഴിൽപരമായി തീവണ്ടി ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ചുറ്റുമുള്ള സമൂഹത്തെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ കാണാനും ചില കഥകൾ പറയാനും മാത്രമേ ഞാനിതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. ഞാനിത് ആമുഖമായിട്ട് പറയുന്നതിൻ്റെ കാരണം ഒരു സൈദ്ധാന്തികമായ തലത്തിലുള്ള ഇനി വരുന്ന വളരെ വിശദമായ സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ മുമ്പേ ഇങ്ങനെ ഒരു കഥയെഴുത്തുകാരൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാകണം എന്നതുകൊണ്ടുകൂടി. കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് മനുഷ്യൻ എന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ വംശത്തെക്കുറിച്ച്, ഈ ജന്തു വിഭാഗത്തെക്കുറിച്ച് നമ്മൾക്ക് നിലനിൽക്കുന്ന ധാരണകളെ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമൊക്കെ കടന്നു പോകുന്ന നവോത്ഥാനത്തിൻ്റെ പല ഘട്ടങ്ങളിൽ കൂടി ഇപ്പോഴെത്തി നിൽക്കുന്ന നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള ധാരണകൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ജീവികളുടെ ജന്തു വിഭാഗത്തിൻ്റെ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ജന്തു വിഭാഗത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളോട് എത്ര കണ്ട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മളെ എത്രത്തോളം മനസ്സിലാക്കി, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശരികളിലേക്ക്. ആ ശരിയും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല, വളരെ ഡൈനാമിക്കായിട്ട് നിരന്തരം മാറിക്കൊണ്ടിരിക്കും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചുള്ള നമ്മുടെ സമീപനങ്ങൾ പോലും ഓരോ കാലത്തും ഓരോ ദേശത്തും നിരന്തരമായിട്ട് പരിഷ്കരിക്കപ്പെടുന്നതും മാറിക്കൊണ്ടിരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒരു കാലത്തെ ഒരു ശരി അത് കഴിഞ്ഞ് വരുമ്പോൾ ശരിയായി നിരന്തരം നമ്മൾ ഒരു ജന്തു വിഭാഗം എന്നുള്ള നിലയിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നവീകരണം ഒരു പ്രോസസ്സായിട്ട് മുമ്പിലേക്ക് പോവുകയാണ്. അതിനെ ഏതെങ്കിലും ഒരു ശരികളിലേക്ക് നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. ഈ പഠനത്തിൽ അല്ലെങ്കിൽ ഇത്തരമുള്ള സംവാദങ്ങളെ സമീപിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഉൾപ്പെടുന്ന ഈ ജന്തു വിഭാഗത്തിൻ്റെ സ്വഭാവത്തെ, സവിശേഷതകളെ, നമുക്ക് ഉദാത്തമായ പല സങ്കല്പങ്ങളുണ്ടാകാം, പക്ഷെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. നന്മയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമൊക്കെ വളരെ ഉദാത്തമായിട്ട് നമുക്ക് സംസാരിക്കാം. എല്ലാ മനുഷ്യരും ഒരുപോലെയാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ജാതി, വർണ്ണ, വർഗ, ദേശ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിലുള്ള മനുഷ്യൻ എന്ന് പറയുന്ന ജന്തുവിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരും തുല്യരായി സ്നേഹബഹുമാനങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം. അത്തരത്തിലുള്ള ആഗ്രഹത്തിൽ തന്നെ ഒന്നുമില്ല. പക്ഷെ ഇത് എത്ര കണ്ട് പ്രായോഗികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്? എന്താണ് അതിൻ്റെ പരിമിതികൾ? എവിടെയാണ് നമുക്ക് തടസ്സങ്ങൾ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ചരിത്രമായിട്ട് ബന്ധപ്പെടുന്ന ചരിത്ര ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെയാണ്. ചരിത്രമെന്ന് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നരവംശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതുമായി ബന്ധപ്പെടുന്ന മറ്റ് സമസ്ത വ്യവഹാരങ്ങളുടെയും ഒരിടമായിട്ടേ കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളെയും എടുത്ത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ ജന്തു വിഭാഗത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ സ്വഭാവം ഒരു 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിൽ നമുക്ക് തോന്നുന്ന ശരികൾ
20-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ശരിയല്ലാതെയും, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കാലം കഴിയുമ്പോൾ വീണ്ടും ശരികളല്ല. 20-ാം നൂറ്റാണ്ടിലെ ശരികൾ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് ശരിയല്ല പല കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കീർണമായിട്ടുള്ളൊരവസ്ഥ ഏത് തരത്തിലാണ് നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയുക? മനുഷ്യന് ഒരു വ്യക്തി എന്നുള്ള നിലയിലും സമൂഹം എന്നുള്ള നിലയിലും മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാന സ്വഭാവങ്ങൾ എന്താണ്? ഈ ജീവി മുന്നോട്ട് പോകുന്നത് ഏത് തരത്തിലാണ്? മനുഷ്യൻ നമ്മൾ ധരിക്കുന്ന പോലെ എല്ലാ സഹജീവികളോടും സ്നേഹവും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തുന്ന അത്തരമൊരു ജീവിയാണ്. ഇതിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെടുന്ന ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ജീവിയുടെ ആർത്തിയെന്നോ സ്വാർത്ഥതയെന്നോ അധികാരത്തിനോടുള്ള അമിതമായ വാഞ്ചയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മളിൽ എല്ലാവരിലും പല അളവിൽ നിലനിൽക്കുന്ന, നമുക്കില്ലാതെ വേണമെങ്കിൽ സമാധാനിക്കാം. ഈ ജീവിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സമർത്ഥമായി ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ മാന്യമായിട്ടുള്ളൊരു വേഷത്തിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരു ജന്തു വിഭാഗമാണ്. ഒരു സ്വാർത്ഥമായിട്ടുള്ള താല്പര്യം എനിക്കില്ല. നമ്മൾ അതിനെ വളരെ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ത്യാഗത്തിന്. രാഷ്ട്രീയക്കാരെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, അയാൾ എത്ര നല്ല മനുഷ്യൻ, 5 പൈസ സമ്പാദിച്ചില്ല. ചില രാഷ്ട്രീയക്കാരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, വളരെ നേതാക്കളായിട്ടുള്ള ആളുകളെ, എത്രയോ നല്ല മനുഷ്യൻ, ജീവിതത്തിൽ 5 പൈസ സമ്പാദിച്ചില്ല. തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധനായൊരു രാഷ്ട്രീയ നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നല്ലക്കണ്ണൻ, CPI ആയിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ നല്ലക്കണ്ണിനെ പറ്റി പറയും നന്മയുടെ ആൾ രൂപമായ നല്ലക്കണ്ണ്, ചെരുപ്പ് പോലും ധരിക്കുന്ന അപൂർവമാണ്. ഞാൻ നല്ലക്കണ്ണിനെ കുറച്ച് കാണിച്ച് പറയില്ല, അങ്ങനെ ധരിക്കരുത്. പക്ഷെ നല്ലക്കണ്ണിന് ഒരുപാട് ആഘോഷിച്ചു കൊണ്ട് പറയുന്നതിൻ്റെ പിന്നിൽ മറ്റു ചില താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ? മനുഷ്യവംശത്തിൽ ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഒഴികെ അവർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവാം, അത്തരത്തിലുള്ള ത്യാഗങ്ങളുടെ എല്ലാം പുറകെ. ബാക്കിയുള്ളവർക്കെല്ലാം അവരവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളിൽ. നമ്മൾ എല്ലാ മാറ്റങ്ങളെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്? ആ മാറ്റത്തിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? അത്തരം നേട്ടങ്ങൾ സാധ്യതയില്ലാത്തൊരു മാറ്റത്തിനെ നമ്മൾ എത്ര കണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണ്? റവല്യൂഷൻ വളരെ സന്തോഷമാണ്, റവല്യൂഷനാണ്. പക്ഷേ റവല്യൂഷന് ശേഷം നമുക്ക് ഒരുപാട് നഷ്ടം വരുന്ന റവല്യൂഷനാണെങ്കിൽ നഷ്ടപ്പെടുന്നതിന് തീരെ സന്തോഷമില്ലാത്തതും നേട്ടമുണ്ടാകുന്ന ആളുകൾക്ക് വലിയ സന്തോഷമുള്ളതുമായിട്ടുള്ള റവല്യൂഷനല്ലേ? ഞാൻ ഇതിൻ്റെ ഒരു സൈദ്ധാന്തിക തലമൊന്നുമല്ല പറയുന്നത്, എൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഉള്ള കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. മനുഷ്യവംശത്തിൻ്റെ മുന്നോട്ടുള്ള ഈ പ്രയാണത്തെ അവൻ്റെ സ്വാർത്ഥതയും ആർത്തിയും ഒക്കെ പലപ്പോഴും സഹായിക്കുന്നില്ലേ? അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പുരോഗമനം എന്ന് വിവക്ഷിക്കുന്ന ഭൗതികമായിട്ടുള്ള പുരോഗമനം തന്നെ നമ്മൾക്കൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ കാരശ്ശേരി മാഷയുടെയൊക്കെ ചെറുപ്പകാലത്തോ ഉണ്ടായിരുന്ന ഒരു ലോകമല്ല, വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. ഞങ്ങൾക്കൊരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാലത്ത്, ഭൗതികമായ സൗകര്യങ്ങളുടെ ഒരു കാലത്ത് നിങ്ങൾക്ക് ജീവിക്കും. പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? അപ്പോൾ നവോത്ഥാനം ഇപ്പോൾ പല തട്ടിൽ, കേരളത്തിൽ ഇതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. നമ്മൾ വളരെ ആഘോഷിക്കുന്ന കേരളീയ നവോത്ഥാനം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ജാതി ചിന്തകൾ മറ്റ് എല്ലാം നമ്മൾ ഒഴിഞ്ഞ് വളരെ പ്രബുദ്ധർ ആയി എന്ന് പറയാം.
അതൊക്കെ എത്രത്തോളം ശരിയാണെന്നും തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ ജാതി ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സമർത്ഥമായിട്ട് പൊതു ഇടങ്ങളിൽ നിന്ന് അത്തരം ചിന്തകളെ മറച്ചു വയ്ക്കുന്നതിൽ വൈദഗ്ധ്യം കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പൊതു ഇടങ്ങളിൽ അത്തരം ചിന്തകൾക്ക് പ്രസക്തി ഇല്ലാത്ത ഒരു, അല്ലെങ്കിൽ അത് നിലവിലില്ല എന്ന് തോന്നിപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെ ഇതിലും അവൻ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവനാണ്, അവൻ്റെ രീതികൾ, അവൻ്റെ ആഹാരം, അവൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യം, ഇതിൽ തെറ്റുകളുണ്ടോ? അത് നമുക്ക് ചോദിക്കാവുന്നു. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച്, ബഹുസ്വരതയെക്കുറിച്ച്, മതേതരത്വത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ശരികളിലേക്ക് മാത്രം ഊന്നിപ്പോകുന്ന ഒരു ജനാധിപത്യ മതേതരത്വ വിരുദ്ധത നമ്മളിൽ തന്നെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. പല ജനാധിപത്യപരമായ സംവാദങ്ങളിലും ജനാധിപത്യത്തിനെ എടുത്തു പറയുന്ന, അല്ലെങ്കിൽ ബഹുസ്വരതയെ എടുത്തു പറയുന്ന, മതേതരത്തിനെ എടുത്തു പറയുന്ന ആളുകൾ തങ്ങളുടെ നിലപാടിനോട് വിയോജിക്കുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോൾ അവരറിയാതെ തന്നെ ഈ ജനാധിപത്യത്തിന് എതിരായി പോകുന്നില്ലേ? ജനാധിപത്യപരമായ ബഹുസ്വരമായ ഒരു സമൂഹമാണെങ്കിൽ നമ്മളോട് വിയോജിക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള ഇടങ്ങളുണ്ടാകും. നമ്മളോട് കലഹിക്കുന്നവർക്ക് കലഹിക്കാനുള്ള ഇടങ്ങളുണ്ടാകും. പക്ഷെ അത് വരുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനല്ല പറയുന്നത്. ഏതൊരു വിഭാഗമാണെങ്കിലും മതത്തിൻ്റേതായ രീതിയിലോ പൊളിറ്റിക്കലായിട്ടുള്ള തരത്തിലോ മറ്റേതെങ്കിലും തരത്തിലോ ഏത് വിഭാഗമാണെങ്കിലും അവരുടെ ബോധ്യങ്ങളെ പ്രശ്നവൽക്കരിക്കുന്ന സമയത്ത് അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ മാറിപ്പോകുന്ന ഒരു അംശം നമ്മളുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും നിലനിൽക്കുന്നില്ല. നമ്മൾ വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ കൂടി ഇങ്ങനെ ഒരു സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് നമ്മളുടെ നിലപാടുകളെ നമ്മൾ പുനഃപരിശോധിച്ചുകൊണ്ട് അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ശരിയായ രീതിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. ശരി വളരെ ആപേക്ഷികമായിട്ട് ഒരു കാലത്ത് ഒരു ദേശത്തുള്ളൊരു ശരി മറ്റൊരു കാലത്ത് ഒരു ദേശത്തെത്തുമ്പോൾ ശരിയല്ലാതെ. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ, ഒരു വർഷവും 3-4 മാസമായി കാണും, ഈ നവംബറിന് മുമ്പുള്ള നവംബറിൽ ഹിന്ദു പത്രത്തിൽ ഒരു വലിയൊരു ആർട്ടിക്കിൾ വരികയാണ്. അവരുടെ വീക്കെൻഡ് സ്പെഷ്യൽ ഒരു ഫുൾ പേജ് ആർട്ടിക്കിൾ. അത് ബാംഗ്ലൂരിലുള്ളൊരു പോളിയാമറസ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. ബാംഗ്ലൂർ നമുക്കത്ര അകലെയല്ല, ഒരുപാട് നമ്മുടെ ആളുകളൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. ഒരു വ്യക്തി മാത്രമാണ് സ്വന്തം പേർ വെളിപ്പെടുത്തുന്നത്. 14-15 പേരുള്ളൊരു ഗ്രൂപ്പിൽ ഒരാൾ അയാളുടെ പേര് വെളിപ്പെടുത്തി സംസാരിക്കും. ബാക്കിയുള്ളവരെല്ലാം ആ റിപ്പോർട്ടർ താഴെ എഴുതിയിട്ടുണ്ട്, യഥാർത്ഥ പേരല്ല, ഇവരുടെ പേര് വെളിപ്പെടുത്താൻ അവർക്ക് പറ്റുന്നില്ല. പോളിഗമിയും പോളിയാൻട്രിയും നമുക്ക് മനസ്സിലാക്കാം. ഒരു പോളിയാമറസ് ഗ്രൂപ്പിന് 21-ാം നൂറ്റാണ്ടിൽ 2019 നിൽക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിന് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയം. എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് സംശയമുണ്ടോ എനിക്കറിഞ്ഞൂടാ. അതൊരു ശരിയാവുന്നില്ല. ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് 10-12-15 പേരടങ്ങുന്ന ഒരു പോളിയാമറസ് ഗ്രൂപ്പ് അവർ ജീവിക്കുന്ന ജീവിത രീതിയെ ഈ സമൂഹത്തിൻ്റെ നിലനിൽക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചുള്ള ധാരണകളനുസരിച്ചോ ബോധ്യങ്ങളനുസരിച്ചോ ശരിയല്ലാതെയാണ്. നമ്മൾക്കിത് ശരിയല്ല എന്നത് കൊണ്ടിതൊരു യാഥാർത്ഥ്യമല്ലാതെയാകത്തില്ല. നമ്മൾക്ക് ശരിയല്ല, നമ്മുടെ നിലപാടനുസരിച്ച് ഈ പറഞ്ഞ കാര്യം ഇപ്പോഴത്തെ ശരികളെ അനുസരിച്ച് 2019 സമൂഹത്തിൽ നിലനിൽക്കുന്ന ശരികളുടെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ശരിയായിട്ട് ഇതിനെ ചിലപ്പോൾ നമുക്ക് കണക്കാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, സകല കാര്യങ്ങളിലും വരും. ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ആഹാര രീതികൾ നമുക്ക് ശരിയല്ല എന്ന്. എത്യോപ്യയിലൊക്കെ ചെല്ലുമ്പോൾ റെഡ് മീറ്റ് അങ്ങനെ കട്ട് ചെയ്ത് അവർ എന്താ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊടി പോലെ ഒരു പൊടിയിൽ കുറച്ച് ഒലിവ് എണ്ണയൊക്കെ ഒഴിച്ച്
അതിൽ ഒരേ കഷ്ണമായിട്ടെടുത്ത് മുക്കി ഇങ്ങനെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നോക്കുമ്പോൾ ഇതെന്തൊരു ശരികേടാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അവർക്ക് അതിൽ ഒരു ശരികേടും ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരികൾ അല്ലെങ്കിൽ നമ്മുടെ മൂല്യബോധം എന്ന് പറയുന്നത് ഒരു കാലത്തു നിന്ന് മറ്റൊരു കാലത്തിലേക്ക് എത്തുമ്പോൾ മാറുകയാണ്. ആ കാലം തമ്മിൽ മനുഷ്യവംശത്തിൻ്റെ ഒരു 10-30 ലക്ഷം കൊല്ലത്തിൻ്റെ ചരിത്രമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ കാലമൊന്നും അത്രയധികം വലിയ കാലമല്ലോ അല്ല. ഒരു 100 വർഷമോ അല്ലെങ്കിൽ 50 വർഷമോ 20 വർഷമോ എന്നൊക്കെ പറയുന്നൊന്നും വലിയൊരു കാലയളവല്ലാതെയായി. ചെറിയൊരു കാലത്തിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരും. ഇനി എത്യോപ്യയ്ക്ക് പകരം മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോഴും ഇതിലും വിചിത്രമായിട്ടുള്ള ആഹാര രീതികൾ. മനുഷ്യനെ സംബന്ധിക്കുന്ന ആഹാരം, വസ്ത്രം, അവൻ്റെ ലൈംഗികത, അവനുമായി ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള വിഷയങ്ങളിലും വൈവിധ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിനെ നമ്മുടെ നവോത്ഥാന ബോധ്യങ്ങളോട് എങ്ങനെയാണ് നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയും? നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ശരി, ഒരു പ്രത്യേക വിഭാഗം തെറ്റ് എന്നുള്ളതിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഈ ശരി തെറ്റുകൾ പലപ്പോഴും ഈ നിൽക്കുന്ന ആളുടെ, എൻ്റെ ഒരു ബോധ്യമനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഹിന്ദു പത്രത്തിലെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അയ്യോ ഞാൻ ആൽഫ എന്നുള്ള നോവലിൽ ഇതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അത് വെറും ഒരു ഭാവനയുടെ സാധ്യതയായിരുന്നില്ലേ, ഇത് ഇവരിങ്ങനെ ശരിക്കും പ്രയോഗിച്ച് കളയുന്ന നമുക്ക് വിചാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് പോലും അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാവുന്ന ഒരു തരത്തിലാകുന്നു. ചിലപ്പോൾ ഒരു 2050 ആവുമ്പോൾ അതായിരിക്കാം ഈ സമൂഹത്തിൻ്റെ ഒരു നോമായിട്ട്. അല്ലെങ്കിൽ 2100 നോക്കും. 2100 ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. 2100 ജീവിക്കുന്ന ആളുകൾ 2019 ജീവിച്ചിരുന്ന നമ്മളെപ്പറ്റിയുള്ള ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇവരെന്തൊരു മണ്ടന്മാരായിരുന്നു എന്ന്. ഇവരൊറ്റയ്ക്ക് ഒരു ഭാര്യയും കുട്ടികളുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുടുംബങ്ങളായിട്ട് ജീവിച്ചിരുന്ന വളരെ സ്വാർത്ഥന്മാരായിട്ടുള്ള മനുഷ്യരായിരുന്നു. അവർ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജർ കൊണ്ട് നടന്നിരുന്നവരായിരുന്നു. നമ്മളൊക്കെ എത്ര സുഖമായിട്ട് നമ്മുടെ കൈയിനടിയിലുള്ള ഒരു ചിപ്പ് വെച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടായിക്കോട്ടെ? 2100 ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഈ മൊബൈൽ ഇങ്ങനെ പോക്കറ്റിൽ ഇട്ട് നടക്കാതെ കണ്ട് തന്നെ കയ്യിനുള്ളിൽ ഇൻസർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ചിപ്പ് ഉപയോഗിച്ച് കയ്യിലേക്ക് നോക്കി സംസാരിച്ചാൽ നമുക്ക് ആരോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാവുന്ന അവസ്ഥയൊക്കെ സംഭവിച്ചുകൂടായില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വേഗതയിലും അതിൻ്റെ വൈവിധ്യങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂല്യബോധത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ തളച്ചിടാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല, സാധിക്കില്ല. അതിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പലതരത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു ജീവിയാണ്. പല മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഞാൻ അവരുടെ ഒന്നും കോൺട്രിബ്യൂഷനെ കുറച്ച് കണ്ടുകൊണ്ടോ അവരുടെ ഉദ്ദേശശുദ്ധിയെ മോശമായിട്ട് കണ്ടുകൊണ്ടോ ഒന്നും പറയുന്നതല്ല. അവരുടെ കാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളാണ്. പക്ഷേ അവർക്ക് ഈ ജന്തുവിഭാഗത്തിനെ അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഒരു പ്രത്യയശാസ്ത്രം 10-80 കൊല്ലം കഴിയുമ്പോൾ ഒബ്സലേറ്റ് ആകുകയാണെങ്കിൽ ഒരു മതം അല്ലെങ്കിൽ പല മതങ്ങളും പല ഘട്ടങ്ങളിലായിട്ട് ഒബ്സലേറ്റായിട്ട് മറ്റു ചില മതങ്ങളിലേക്കാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ഒരാൾ മാറുന്നത് എന്തിനായിരിക്കാം? എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവില്ല ഒരാൾക്ക് മാറാൻ. അപ്പോൾ ബുദ്ധമതം ഹിന്ദുമതത്തിൻ്റെ വലിയ അടിച്ചമർത്തലുകൾ ഭാഗമായിട്ട് കുറേ ആളുകൾ ഹിന്ദുമതത്തിലേക്ക് വരുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ ആ അടിച്ചമർത്തലൊക്കെ ഉണ്ടാവാം, ഇല്ല എന്നല്ല പറയും. തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള അധികാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷെ അതിലുപരിമായി ഈ ഹിന്ദുമതത്തിലേക്ക് വന്നാൽ ഉള്ള സൗകര്യങ്ങൾ ആലോചിച്ചിട്ട് വളരെ സ്വാർത്ഥനാവാം, ആളുകളെ ജാതി അനുസരിച്ച് വിഭജിക്കാം, ചൂഷണം ചെയ്യാം, മതത്തിൻ്റെ ഒരു അധികാര ഘടനയില്ല, വലിയ സൗകര്യമാണ്, ആരും ഒന്നും ചോദിക്കാനില്ല, എന്ത് തെമ്മാടുത്തും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മതമായതുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ലേ സൗകര്യം എന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നാം. ചിലപ്പോൾ മറ്റു പല കാരണങ്ങളുണ്ടാവാം.
പക്ഷേ ആത്യന്തികമായിട്ട് മനുഷ്യൻ എന്നുള്ള ജീവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ? പരിഹരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ശ്രീലങ്കയിൽ നമ്മൾ ഏറെ വലിയ ഉദാത്തമായ തലത്തിൽ കാണുന്ന ബുദ്ധമതം ഒരു രാഷ്ട്രത്തെ ഭൂരിപക്ഷ മതമായിട്ട് നടപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ പോയാൽ നമുക്ക് ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ ആ രാജ്യം അനുഭവിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഭയം തോന്നും. ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി, നമുക്ക് അറിയാവുന്നതാണ്, കൂടുതൽ വിശദീകരിക്കാൻ തന്നെ അറിയാം. കടുത്ത അന്ധവിശ്വാസങ്ങൾ ഈ ബുദ്ധമതത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നത് കാണാം. ശ്രീലങ്കയുടെ ദേശീയ ഗാനം എഴുതിയാണ് ആത്മഹത്യ ചെയ്യേണ്ട വന്ന രാജ്യമാണ്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ ഗാനം എഴുതിയ മനുഷ്യൻ അത് എഴുതിയതിൻ്റെ പേരിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ആനന്ദ സമരക്കൂൺ എന്നാണ് അയാളുടെ പേര്. ആനന്ദ സമരക്കൂണാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം നമോ നമോ മാതാ എന്ന് പറയുന്ന തുടങ്ങുന്ന പദം. ഈ ബുദ്ധ സന്യാസിമാർ അവരുടെ അന്ധവിശ്വാസ സംബന്ധമായ ഇതുകൊണ്ട് പറഞ്ഞ് ഈ നാ എന്ന് പറയുന്നത് അശുഭമായിട്ടുള്ള അക്ഷരമാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എഴുതിയതാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ഗാനം അവർ ദേശീയ ഗാനമായിട്ട് സ്വീകരിച്ചു. ശ്രീലങ്കയുടെ ചരിത്രത്തിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് നിരന്തരമായിട്ട് വയലൻസ് ആവർത്തിച്ചു. അപ്പോൾ ഈ ക്ലർജി പറയുന്നത് അതിന് മുഴുവൻ കാരണം ഈ ആനന്ദ സമരക്കൂൺ എഴുതിയ ദേശീയ ഗാനമാണ്. അതിൻ്റെ തുടക്കം അശുഭമായിട്ടുള്ള ന എന്നുള്ള അക്ഷരമാണ്. അതുകൊണ്ട് അത് മാറ്റണം. ശ്രീലങ്കൻ പാർലമെൻറ്റ് ചർച്ച ചെയ്യാം. ശ്രീലങ്കൻ പാർലമെൻറ്റിൽ ചർച്ചയാണ് ഈ ദേശീയ ഗാനം മാറ്റിയാൽ എല്ലാ പ്രശ്നവും ശാന്തി, സമാധാനം, സ്നേഹം, ദയ, കരുണ ഒക്കെ രാജ്യത്ത് വരും. അവർ ഈ എഴുത്തുകാരനോട് പറയുന്നു, നിങ്ങളുടെ ഈ ദേശീയ ഗാനമാണ് എല്ലാ ഇതിനും പ്രശ്നമായിട്ടുള്ള, അതൊന്ന് മാറ്റി എഴുതണം. ഈ എഴുത്തുകാരൻ വികാര ജീവികളാണല്ലോ പൊതുവെ. അപ്പോൾ അവർ ഇതാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇദ്ദേഹം വളരെ സാധുവായിട്ടൊരു മനുഷ്യനാണ്, പാട്ടൊക്കെ പാടുന്ന ആളാണ്, സമരക്കൂൺ ഗായകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗാനമാണ് രാജ്യത്ത് എല്ലാ തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കത് മാറ്റി എഴുതാൻ പറ്റില്ല. അത്ര പ്രൊവോക്കേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ഈ നമോ നമോ മാതാ എന്ന് തുടങ്ങുന്ന ഇതിൽ ആദ്യത്തെ നായാണ് രാജ്യത്തിൻ്റെ എല്ലാവിധ അപകടത്തിനും കാരണമെന്ന് മഹാമണ്ഡന്മാരായിട്ടുള്ള കുറേ ആളുകൾ വിശ്വസിക്കുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ് അത് മാറ്റി എഴുതാൻ ഞാൻ തയ്യാറല്ല. ഇത് ആ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഇദ്ദേഹം ഇതിന് വഴങ്ങുന്നില്ല, നമുക്ക് എന്ത് ചെയ്യണം? എഴുത്തുകാരൻ നമ്മൾ പറയുന്ന അധികാരത്തിൻ്റെ, മതപരമായ അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ പാർലമെൻ്ററി ആയിട്ടുള്ള അധികാരത്തിൻ്റെയോ വഴിയിലേക്ക് വരുന്നില്ല. അയാൾ ഈ നാം മാറ്റാൻ തയ്യാറില്ല. അപ്പോൾ അവർ തീരുമാനിക്കുന്ന ഇദ്ദേഹത്തിന് 1500 രൂപ നമ്മൾ പ്രതിഫലമായിട്ട് കൊടുത്തതാണ്. ഇനി അയാൾക്ക് എന്ത് അവകാശം? നമുക്ക് മാറ്റാം. ശ്രീലങ്ക ഔദ്യോഗികമായിട്ട് ഈ ദേശീയ ഗാനത്തിൻ്റെ ആദ്യത്തെ വരി മാറ്റി. വലിയ മാറ്റമൊന്നുമില്ല. ശ്രീലങ്ക മാതാ നമോ നമോ മാതാ. ഈ നായുടെ മുമ്പിൽ ശ്രീ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നുള്ളൊരു ധാരണയില്ല. ഈ വാർത്ത റേഡിയോയിലാണ്, ശ്രീലങ്കൻ റേഡിയോയിൽ കേൾക്കുകയാണ് അദ്ദേഹം. അയാൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. ആ കുറിപ്പിൽ അവരെൻ്റെ തല വെട്ടി മാറ്റി മറ്റൊന്ന് വെച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. മണ്ടത്തനായിട്ട് തോന്നാം. എഴുത്തുകാർ ഇത്രയൊന്നും വികാരജീവികളാവേണ്ട കാര്യമില്ല. അവരെന്തോ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കാം. പക്ഷേ ഇതിൽ ഒരു രാജ്യത്ത് നടക്കുന്ന മൊത്തം കലാപത്തിൻ്റെ ഉത്തരവാദിത്വം ഈ എഴുത്തുകാരൻ്റെ എഴുതിയ ആദ്യത്തെ വരിയിൽ ആദ്യത്തെ അക്ഷരത്തിലാണെന്ന് പറയുന്നതിൻ്റെ ആ ഗതികേട് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ശ്രീലങ്കയുടെ ചരിത്രം നിങ്ങൾക്കറിയാം, ചരിത്രം പഠിക്കുന്ന ആളുകളാണ്. അതിനുശേഷം ഇതുവരെയുള്ള കാലം എന്തെങ്കിലും ഗുണം ഈ രാജ്യത്തിന് ഈ അക്ഷരം മാറ്റിയത് കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഈ നാ എന്നുള്ള അക്ഷരം അങ്ങോട്ട് മാറ്റി ശ്രീ ചേർത്തോടു കൂടി അവിടെ ശാന്തിയും സമാധാനവും ഒക്കെ നിറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും.
കൂടുതൽ കൂടുതൽ കൂട്ടക്കൊലകളുടെ ആവർത്തനമായിരുന്നു നടന്നത്. അതായത് സിംഹള തമിഴ് മാത്രമല്ല, തമിഴ് മുസ്ലിം, സിംഹള മുസ്ലിം, പലതരത്തിലുള്ള കൂട്ടക്കൊലകൾ നിരന്തരമായിട്ട് നടക്കുന്നു. പല ഭരണാധികാരികളും കൊല്ലപ്പെടുന്നു. ഭരണാധികാരികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭയത്തിൻ്റെ വലിയ ഒരു നിഴലിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. 100,000-ലേറെ ആളുകളാണ് ഈ 2009 മെയ്യിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്ന രാജപക്ഷയുടെ ഓപ്പറേഷനിൽ കൊല്ലപ്പെടുന്നു. മതത്തിന് ആ രാജ്യത്തിനെ രക്ഷിക്കാനൊന്നും പറ്റിയില്ല. അത് ഞാൻ ബുദ്ധമതത്തിനെ കുറച്ച് കാണില്ല. ബുദ്ധമതത്തിൻ്റെ ഐഡിയൽസ്, അതിന് മഹത്തായ ഐഡിയൽസിൻ്റെ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ നല്ല സ്ഥലമാകുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിലുള്ള അധികാരവും ത്തിനോടുള്ള താല്പര്യവും അതിൻ്റെ വയലൻസും അതിൻ്റെ സ്വാർത്ഥതയും അതിൻ്റെ ആർത്തിയും എല്ലാം തന്നെ അവരെ നയിക്കുന്നുണ്ട്. ഇത് മനുഷ്യനിലുണ്ട്. സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്യുന്നതാണെങ്കിലും ശ്രീലങ്കയിൽ ഭീകരമായിട്ടുള്ള വയലൻസ് ഉണ്ടാകുന്നതാണെങ്കിലും അത് സിറിയയിലേക്കോ സൗത്ത് സുഡാനിലേക്കോ മറ്റ് ഏത് ഇടങ്ങളിലേക്കോ പോകുന്നതാണെങ്കിലും ഇതിൽ ആത്യന്തികമായി പ്രവർത്തിക്കുന്നത് മനുഷ്യൻ എന്ന നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള സ്വാർത്ഥമായ താല്പര്യങ്ങൾ, ആർത്തി. തൃപ്തിയാവുന്നില്ല നമുക്കൊരിക്കലും. ഈ ജീവിക്ക് ഒരിക്കലും തൃപ്തിയാവില്ല. തൃപ്തിയാകുമെന്ന് നമ്മൾ ധരിച്ചാൽ മഹാമണ്ഡനാകുന്നു. ഒരു 200 മുറികളുള്ള വലിയ ഒരു കൊട്ടാരം പണിതാലും തൃപ്തിയാവില്ല. അതിനേക്കാൾ വലുതെന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം തോന്നും. വാസ്തവത്തിൽ ഈ ഭൗതികമായ ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനം തൃപ്തി ഇല്ലായ്മയെന്നും അത് രണ്ടും അതൊരു മോശമായിട്ടും പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ സെറ്റുകൾ വന്ന കാലം 80കളിലൊക്കെയാണ് ഇവിടെ വരുന്നത്. മനുഷ്യൻ തീരുമാനിക്കുകയാണ് ഇത് കണ്ടുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇത് മതി, സിനഫ് എന്ന് തോന്നിയാൽ ഇന്ന് കാണുന്ന ഒന്നും ഉണ്ടാകില്ലേ, അല്ലേ? ഓരോ ശാസ്ത്രരംഗത്തും നമ്മളതൊക്കെ കണ്ടെത്തിയല്ലോ, മതി, ഇനി എന്തിനാണ് കൂടുതൽ. മൊബൈൽ ഫോണിൻ്റെ ആദ്യത്തെ രൂപം ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ അത് വളരെ വലിയൊരു സാധനമാണ്. തീവണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്താണ് ചില വളരെ ഉയർന്ന സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾ ഇത് പിടിച്ച് നടക്കുന്ന കണ്ട് ഇതെന്തോ ഒരു അത്ഭുത വസ്തുവായിട്ടാണ് ഇങ്ങനെ. കേരളത്തിലെ നല്ലൊരു ശതമാനം എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉള്ളവർ പറഞ്ഞിരുന്നു ഇത് സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ യന്ത്രമാണ്, ഒരു കാരണവശാലും ഞങ്ങൾ കൈകൊണ്ട് ഇത് തൊട്ടില്ല. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്. 2000 വരെയൊക്കെ പറഞ്ഞിരുന്നു. ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഉറപ്പിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് ഇത് സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ നമ്മളെ യന്ത്രത്തിൻ്റെ അടിമയാക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടൊരു നീക്കത്തിൻ്റെ ഫലമാണ്. ഇന്നെല്ലാവരും അടിമയായി കഴിഞ്ഞു. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അതിനാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കേണ്ട മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിയുടെ സ്വഭാവത്തിൽ ഇത്തരം മാറ്റങ്ങൾ അവൻ സാമൂഹ്യ, ഇപ്പോൾ എനിക്ക് എൻ്റെ മകൻ ഇന്നും വൈകുന്നേരം എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റും, കാണാൻ പറ്റും. ഈ സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായ ഈ സാധനത്തിൻ്റെ ഏറ്റവും പുതിയ രൂപത്തിൽ കൂടിയാണ് ഇത് സാധ്യമാകും. പണമൊന്നും ചിലവാക്കാതെ സാധിക്കുന്നു. ചിലപ്പോൾ ഭാവിയിൽ ഈ കാര്യങ്ങൾക്ക് പണം ചിലവാക്കേണ്ട ഒരു അവസ്ഥ വരാം. നമ്മളെ ഇതിൽ മോഹിപ്പിച്ച് ക്യാപിറ്റലിസത്തിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ അടിമയാക്കാം. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നു. നമ്മൾ തൃപ്തരാകുന്നില്ല. ഇനിയിപ്പോൾ അതിൽ തൃപ്തിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ന്യൂയോർക്കിലുള്ള ഒരാളോട് ഫോണിൽ സംസാരിക്കാമെന്ന് വെച്ചാൽ മനുഷ്യർ ശരി തൃപ്തിയായി ഇത്രയും മതി എന്ന് തീരുമാനിക്കൂ? ഒരിക്കലും തീരുമാനിക്കില്ല. ഇതിനപ്പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളായിരിക്കുന്നെങ്കിൽ. അപ്പോൾ ഈ നവോത്ഥാനത്തിനെ നമ്മൾ സമീപിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുള്ള നിരന്തരമായി വളരാനുള്ള സ്വാർത്ഥതയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള നിസ്വാർത്ഥതകൾക്ക് ഉള്ളിലും ഒരു സ്വാർത്ഥതയുടെ അംശമുണ്ട്. അത് തന്നെയാണ് ഇതിനെ കൂടി പരിഗണിക്കാതെ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യരും ഒരേപോലെ
ഉള്ളവരാണ് എന്നൊരു സങ്കല്പത്തിനും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത്ര കണ്ട് ശരിയാണെന്ന് സമ്മതിക്കാൻ പറ്റില്ല. ചില ദേശങ്ങളിലെ അല്ലെങ്കിൽ ചില ഇടങ്ങളിലെ ചില കാലങ്ങളിലെ പല കാരണങ്ങളുണ്ടാവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമില്ല. ചില മനുഷ്യർ മറ്റു മനുഷ്യരെക്കാൾ കൂടുതൽ സമർത്ഥരാകുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആഗ്രഹത്തിൽ നിൽക്കുകയും അധികാരത്തിൻ്റെ ഒരു സാധ്യത, പൊളിറ്റിക്കൽ പവർ മാത്രമല്ല ഞാൻ പറയും, സാമ്പത്തികമായിട്ടുള്ള അധികാരമാവാം, അവൻ്റെ ഇമേജ് കൊണ്ട് സൃഷ്ടിക്കുന്ന അധികാരമാവാം. അധികാരത്തിൻ്റെ ഒരു സാധ്യത മനുഷ്യൻ്റെ കയ്യിൽ വരുന്നതോടുകൂടി അവൻ മാറുന്നു. നമ്മളെല്ലാവർക്കും പലത് ഈ സാധ്യത ഉണ്ടായിട്ടും വളരെ അപൂർവം, ഇപ്പോൾ ബുദ്ധനെ പോലെ അല്ലെങ്കിൽ ക്രൈസ്റ്റിനെ പോലെ വളരെ അപൂർവം ചില ആൾ, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഒഴികെ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാവുന്നില്ല. ഈ പ്രലോഭനം തെറ്റാണെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും. തെറ്റാണ്, അത് വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നിസ്വാർത്ഥരായിരിക്കണം. പക്ഷേ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈ വംശത്തിൻ്റെ മുന്നോട്ടുള്ള ചലനത്തിൽ ഈ സ്വാർത്ഥതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്നുണ്ട്. സ്വാർത്ഥത ഇല്ലായിരുന്നെങ്കിൽ ഈ തരത്തിൽ മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ മിനിമം സൗകര്യങ്ങൾ കൊടുത്താൽ എല്ലാവരും തൃപ്തിയാകും എന്നുള്ള ഒരു വിശ്വാസം, ആ വിശ്വാസവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തന പദ്ധതിക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നെങ്കിൽ വളരെ കംഫർട്ടബിളായിരുന്നു. എല്ലാവർക്കും 350 ഗ്രാം ബ്രെഡും ഇത്ര ഗ്രാം ഒരേ സാധനങ്ങളും തന്ന് എല്ലാവർക്കും ഒരേപോലെയുള്ള വീടുകൾ, ഒരേപോലെയുള്ള സൗകര്യങ്ങൾ, എന്ത് ജോലി ചെയ്താലും ഒരേ തരത്തിലുള്ള പ്രതിഫലം, എല്ലാവർക്കും ഒരേ സമത്വ സുന്ദരം. മനുഷ്യൻ തൃപ്തിയാവില്ല. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു കൂട്ടത്തിലെത്തുമ്പോൾ ആ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കാൻ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. 10 പേരുള്ള ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 40 പേരുള്ള ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ഏറ്റവും മിടുക്കിയാവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ നിസ്വാർത്ഥനാണ്, നമുക്ക് 40 പേർക്കും എല്ലാവർക്കും ഒരേ മാർക്ക് തന്നെ കിട്ടണം, എനിക്ക് കൂടുതൽ ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളൊന്നുമില്ല. എങ്ങനെയാണ് ഈ 40 പേരിൽ ഏറ്റവും മിടുക്കനാകാൻ കഴിയുക? അല്ലെങ്കിൽ സയൻസിൽ ഗവേഷണം നടത്തുന്നവനാണെങ്കിൽ തനിക്ക് എങ്ങനെയാണ് ഇത് ആദ്യം എത്താൻ കഴിയുക? രാജ്യങ്ങളെടുക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് മുമ്പിലെത്താൻ കഴിയുക? അതുതന്നെയാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ലാത്ത ചിന്തകൾക്ക് വലിയ പരിക്കേൽക്കുന്ന കാലമാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം പിന്മാറുന്നതാണ് ലാഭം. ബ്രിട്ടന് ബ്രെക്സിറ്റ് കൂടി പുറത്തു പോകുന്നതാണ് ലാഭമെന്നത്. എന്താ ലാഭം തോന്നുന്നു? ഒരുമിച്ച് നിൽക്കുന്ന വലിയ ഉദാത്തമായ സങ്കല്പമല്ലേ? 2ാം ലോക യുദ്ധത്തിൻ്റെ കടുത്ത കെടുതികൾക്ക് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന് പുറത്തു പോകാൻ തോന്നുന്നത്? പുറത്തു പോകുന്നതാണ് അവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങൾക്കനുസരിച്ച് ലാഭമെന്നത്. ഒരുമിച്ച് നിന്നാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പല നഷ്ടങ്ങളും ഉണ്ടാകുമെന്നതുകൊണ്ട് ഇത് ഇപ്പം ഗ്രീസിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന വലിയ തിരിച്ചടികൾ ഞങ്ങൾ എന്തിനതിനെ ചുമക്കണമെന്ന് ജർമ്മനി ചോദിച്ചത് നിങ്ങൾക്ക് അടുത്ത കാലത്താണ്. മെർക്കൽ ചോദിക്കുന്നു, ഗ്രീസിൻ്റെ പ്രശ്നങ്ങൾ എന്തിനാണ് ഞങ്ങളെ ബാധിക്കുന്നത്? എന്തിനാണ്? അല്ലെങ്കിൽ ബർമ്മയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ, അവരെ ഞങ്ങളെന്തിനാണ് ചുമക്കുന്നത്? അത് അവരുടെ വിധി എന്ന് മട്ടിൽ ഓരോരുത്തരും അവരവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ അതിർത്തിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് തരത്തിലായിരിക്കും. ഇപ്പോൾ അമേരിക്കയെ പറ്റിയിട്ട് പറയുന്ന അമേരിക്ക ഡിഫെൻഡ് ചെയ്യുന്ന അമേരിക്കയുടെ ഇൻട്രസ്റ്റാണ്, ബൗണ്ടറി അല്ല. അമേരിക്കയുടെ അതിർത്തിയൊന്നും അമേരിക്കയ്ക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്കയുടെ താല്പര്യങ്ങളാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബഹ്റിനിലോ അല്ലെങ്കിൽ പല സ്ഥലത്ത്, ഫിലിപ്പൈൻസിൽ പല സ്ഥലത്തായിട്ട് അവർ മിലിറ്ററി ബേസുകൾ വെച്ച് ഇത്തരം താല്പര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്വാർത്ഥത, ആർത്തി, അത് സൃഷ്ടിക്കുന്ന അധികാരത്തിനോടുള്ള മനുഷ്യൻ്റെ അമിതമായ താല്പര്യം, അതിന് അവൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന തന്ത്രങ്ങൾ, നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല അളവിൽ നമ്മളിലുണ്ടാവാം. പൂർണ്ണമായിട്ട് അത്തരത്തിൽ ഓരോരുത്തരും ആണെന്നല്ല ഞാൻ പറയുന്നത്. പല അളവിൽ നമ്മളുടെ ഉള്ളിലെല്ലാം മെച്ചപ്പെടണമെന്നൊരാഗ്രഹം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുന്തേരയൊക്കെ പറയുന്ന പോലെ ഒരു ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം. ഒരു 10, 60, 70, 80 വളരെ ഭാഗ്യവാന്മാർ 100, 105 ഒക്കെ കൊല്ലം ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ച് പോകണമെന്നുള്ളൊരാഗ്രഹം. അത് ചിലപ്പോൾ വലിയ താജ്മഹൽ പോലെയുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ കാളിദാസനെ പോലെയുള്ള ആളുടെ വലിയ സാഹിത്യ കൃതികളാകാം, മതങ്ങളാവാം, പ്രത്യയശാസ്ത്രങ്ങളാവാം. എൻ്റേതായിട്ടുള്ള ഒരു അടയാളം ഈ മനുഷ്യവംശത്തിൻ്റെ പ്രയാണത്തിൽ ഒരു ഇടത്തിൽ രേഖപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം നമ്മളിലെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. വലിയവരുടെ ഉദാഹരണമാണ് പറഞ്ഞത്. ചെറിയ തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലർ വലിയ വീട് വെച്ചിട്ടാവും, ചിലർ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടാവും, ചില സ്ഥാനങ്ങളിലെത്തിയിട്ടാവും. ആരായിരുന്നു നിങ്ങൾ? വെറും ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാൻ പലർക്കും അത്ര വലിയ താല്പര്യമില്ല. മറ്റെന്തെങ്കിലുമൊക്കെ അതിനോട് ചേർത്ത് പറയുന്നതാണ് ഓരോരുത്തർക്കും താല്പര്യം. നമുക്കെല്ലാവർക്കും പലതരത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങളിലാണെന്നുള്ളത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇടം ഈ മനുഷ്യവംശത്തിൻ്റെ ഇടയിൽ സ്ഥാപിച്ചെടുക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങളിലാണ്. ചിലർ വിജയിക്കാം, ചിലർ വിജയിക്കാതിരിക്കാം, ചിലർ പുറത്താക്കപ്പെടാം, ചിലർ അത് നേടാം. പല മേഖലകൾ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യം പക്ഷേ നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. നമ്മുടെ സൈദ്ധാന്തികമായ വിശകലനങ്ങളിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും നമ്മൾ പുറത്തു നിർത്താൻ നിർബന്ധിതരാകുന്നു. ഉദാത്തമായിട്ടുള്ള ചില സങ്കല്പങ്ങൾ നമ്മൾ മുമ്പിലേക്ക് വയ്ക്കുന്നു. ആ സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നു. വലിയ തിരിച്ചടികളേറ്റാലും വീണ്ടും ഇത് സാധ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയെ ഞാൻ ചോദ്യം ചെയ്യല്ല. ആ പ്രതീക്ഷ നല്ലൊരു പ്രതീക്ഷയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഇതിലൊക്കെ ഇടങ്ങളിൽ ഇടപെടുന്നവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ഇത് നമുക്ക് തിരിച്ചറിയേണ്ടി. അപ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി നമ്മുടെ രാഷ്ട്രപിതാവിനെ കാണും. എനിക്ക് അടുത്ത ദിവസങ്ങൾ വളരെ വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു, ഘാനയിൽ അവിടുത്തെ അക്ര യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ പ്രതിമ അവരെടുത്ത് മാറ്റിക്കളഞ്ഞു. ഇന്ത്യൻ ഹൈക്കമ്മീഷനൊക്കെ പരമാവധി സമ്മർദ്ദം നടത്തിയിട്ടും പറ്റില്ല എന്നാണ്. കാരണം അവരുടേതായ ചില വീക്ഷണങ്ങളനുസരിച്ച് അവർ മനസ്സിലാക്കിയതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ വയ്ക്കുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നും. നമ്മുടെ ശരിയും ആക്രയിലെ ശരിയും രണ്ട് ശരിയാവുന്നതിൻ്റെ ഇവിടെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. സംവാദങ്ങളുണ്ടാകാം, യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവാം. ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ സംവാദങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെടുന്ന സകല വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കുന്ന അധികാരത്തിൻ്റെ ഒരു ഇടപെടൽ ഇതിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. ചരിത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് സംഭവിക്കുന്നു. ചരിത്രം രേഖപ്പെടുത്തുന്നതും നിർമ്മിക്കപ്പെടുന്നതും നിർണയിക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതും എല്ലാം അധികാരത്തിൻ്റെ താല്പര്യങ്ങളോട് ചേർത്ത് തന്നെ സംഭവിക്കും. അതൊന്ന് മാറി ചരിത്രത്തിന് നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ആ ഡിസിപ്ലിനെ കുറ്റപ്പെടുത്തുകയല്ല. ഒരേ ഇടത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ പവറുണ്ട്. ഈ മഹീന്ദ്ര രാജപക്ഷയുടെ കാലത്ത് അദ്ദേഹം ജാഫ്ന പ്രദേശങ്ങളിൽ പണ്ട് സിംഹള ബുദ്ധിസ്റ്റ് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്കവേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. വ്യാജമായ തെളിവുകളുണ്ടാക്കി ഇവിടെയെല്ലാം സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഇത് ഒരു തമിഴ് ഈഴത്തിൻ്റെ ഇടമല്ല എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അധികാരപരമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിലിറ്ററി ഓപ്പറേഷനെ സാധൂകരിക്കുന്നതിന് അത്തരം തെളിവുകളുടെ ആവശ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ അധികാര സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വ്യവസ്ഥ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. പല കാര്യങ്ങളുണ്ടാകും. ഇതുപോലെ നിരവധി
സംഭവങ്ങളുണ്ട്. ഞാനതിൻ്റെ നിങ്ങൾ എന്നെക്കാൾ എത്രയോ അറിവും വൈദഗ്ധ്യമുള്ളവരാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എത്രയുള്ളൂ. മനുഷ്യൻ എന്ന് പറയുന്ന, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ജന്തു വിഭാഗം നമ്മൾ കണക്കാക്കുന്നത് പോലെ അത്ര നന്മയുടെയോ സ്നേഹത്തിൻ്റെയോ കരുണയുടെയോ ഒന്നും ഇരിപ്പിടമല്ല. അവൻ്റെ ഭൗതികമായ മുന്നേറ്റങ്ങൾക്കെല്ലാം പിന്നിൽ സ്വാർത്ഥതയുടെയും ആർത്തിയുടെയും അത് ഉണ്ടാക്കുന്ന മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണം. ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ വയ്യ. ഇതില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിലൊരു ഉത്തരം പറയാൻ പറ്റും. ഡിബേറ്റബിളാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കേരളീയ സമൂഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതാണ്, വലിയ മാറ്റങ്ങൾ ഈ പറഞ്ഞ കാലത്ത് വന്നിട്ടുണ്ടെങ്കിലും അകത്തേക്ക് നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഇത്തരം മാറ്റങ്ങൾ എത്രത്തോളം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വലിയ സംശയങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിൻ്റെ ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് വളരെ തന്ത്രപൂർവ്വം നമുക്കത് മറച്ചു വയ്ക്കാൻ കഴിയുന്നു. പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അംശം കേരളത്തിലെ നവോത്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടെന്നും മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും ഒരു വെറുപ്പിൽ ഊന്നിയിട്ടായിരുന്നില്ല. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഉണ്ടായിരുന്ന നവോത്ഥാന മുന്നേറ്റങ്ങളും കേരളീയമായ മുന്നേറ്റങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും വെറുപ്പിൽ ഊന്നിയിട്ടല്ല അത് പ്രവർത്തിച്ചത്. കുറേ കൂടെ അക്കോമഡേറ്റീവായിരുന്നു. പലപ്പോഴും സ്നേഹത്തിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടിയായിരുന്നു കാര്യങ്ങൾ ഒരു പരിധി വരെയെങ്കിലും, പൂർണ്ണമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാൽ മറ്റിടങ്ങളിൽ വരും അങ്ങനെയല്ല, കടുത്ത വയലൻസിൻ്റെ വകകളാണ്. ഈ വയലൻസ് എത്രത്തോളം സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ ആയിരുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണെങ്കിലും പുറത്തേക്ക് ഒരു മാന്യതയുടെ മുഖംമൂടിയോടുകൂടി ഞങ്ങൾ വളരെ പ്രബുദ്ധരാണെന്നുള്ളൊരു വേഷത്തിൽ അഭിനയിക്കാൻ നമ്മൾക്ക് പലർക്കും കഴിഞ്ഞു. വളരെ പ്രബുദ്ധരാണ് ഞങ്ങൾ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അത്രയൊന്നും പ്രബുദ്ധതയില്ല എന്നും ജാതീയമായ, വർഗീയമായ, വംശീയമായ ചിന്തകളും ആർത്തിയും സ്വാർത്ഥതയും ഒക്കെ ഓരോരുത്തരുടെ ഉള്ളിലും പല അളവിൽ ഉണ്ടെന്നുള്ളതും അത് മറച്ചു വയ്ക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ് നമ്മൾ വലിയ മുന്നേറ്റങ്ങൾ നേടിയതെന്നതും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിൽ ഇവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം, സ്നേഹം. നമസ്കാരം.